കോൺഗ്രസിനെതിരായ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പാലോട് രവി രാജിവെച്ച ഒഴിവിൽ പുതിയ തിരുവനന്തപുരം DCC അധ്യക്ഷനായി കോൺഗ്രസിൽ ആലോചന തുടങ്ങി. DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാക്കന്മാർക്കാർക്കെങ്കിലും നൽകുന്നതാണ് ആലോചിക്കുന്നത്. വിൻസെന്റ് MLA പേരിനാണ് പരിഗണന. DCC പുനഃസംഘടനയ്ക്ക് ഒപ്പമായിരിക്കും പുതിയ സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും LDF ഭരണം തുടരുമെന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് പാലോട് രവി രാജിവെച്ചത്. കോൺഗ്രസ് നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് സൂചന. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, പാലോട് രവിയുടെ പകരക്കാരൻ ഇനി ആര് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെ കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് പാലോട് രവിയുടെ സംഭാഷണം പുറത്തേക്ക് വന്നത്. പുല്ലമ്പാറയിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണത്തിലെ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. നേരത്തെ മുതൽ തന്നെ ഈ പാലോട് രവിക്കെതിരെ പലതരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിനെതിരെ നടപടി വേണമെന്നുള്ള കാര്യമൊക്കെ ഉയർന്നിരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ പാലോട് രവിയുടെ ഈ സംഭാഷണം പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. ഇടപെട്ടതിന് പിന്നാലെ തന്നെ രാജി ചോദിച്ചു വാങ്ങി എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. രാജി സ്വയമേ വെക്കുകയല്ല പാലോട് രവി ചെയ്തത്. പകരം കോൺഗ്രസ് നേതൃത്വം നേരിട്ട് തന്നെ രാജി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. രാജി നൽകിയ ഘട്ടത്തിൽ തന്നെ അത് KPCC അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനി പാലോട് രവിക്ക് പകരം ആര് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഏതായാലും പാർട്ടി അത്തരം ആലോചനകളിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. KPCC പുനഃസംഘടന നടക്കുകയാണ്. DCC തലങ്ങളിലടക്കം പ്രസിഡന്റുമാർ സ്ഥാനത്ത് മാറ്റമുണ്ടാകും. അപ്പോൾ ആ ഘട്ടത്തിൽ ഇനി തീരുമാനിച്ചാൽ മതി പുതിയ DCC അധ്യക്ഷനെ, സ്ഥിരം അധ്യക്ഷനെ എന്നുള്ളതാണ് നിലവിലത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പകരം ഒരു താൽക്കാലിക അധ്യക്ഷനെ ചുമതല നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പല പേരുകൾ ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കോവളം MLA ആയ വിൻസെന്റിന്റെ പേരിനാണ് മുഖ്യ പരിഗണന നൽകുന്നത്. അതുപോലെ തന്നെ ശബരിനാഥൻ, ചെമ്പഴന്തി അനിൽ, അതുപോലെ തന്നെ അടക്കമുള്ളവരുടെ പേരുകളും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഒരു താൽക്കാലിക ചുമതല ആർക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കളിൽ ഇവരെ ആരെങ്കിലുമാണ് ഇപ്പോൾ നിലവിൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഏതായാലും നടപടിയെ അനുകൂലിക്കുന്ന ആളുകളാണ് ജില്ലയിൽ കൂടുതലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ചെറിയൊരു വിഭാഗം ഈ നടപടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമൊക്കെ വലിയ രീതിയിൽ നാണക്കേടായിരുന്നു. മാത്രമല്ല വേണ്ട രീതിയിലുള്ള പ്രവർത്തനം ഈ പാലോട് രവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ജില്ലയിലെ ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സംഘടനാ സംവിധാനം അടക്കം കൊണ്ടുപോകുന്നതിൽ വലിയ പരാജയമാണെന്നുള്ള വിമർശനമൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. നേരത്തെ KPCC പ്രസിഡന്റ് ആകാനുള്ള നീക്കമൊക്കെ പാലോട് രവി നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒരു കോർപ്പറേഷൻ പോലും ഭരണം പിടിക്കാൻ കഴിയാത്ത ആളെങ്ങനെയാണ് സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്നുള്ള ചോദ്യമാണ് നേതാക്കളടക്കം ചോദിച്ചത്. ഏതായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, വെട്ടിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. നടപടി എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു KPCCയുടെ മുന്നിലുള്ള തീരുമാനം. അത് അല്ലെങ്കിൽ നടപടി എടുത്തില്ലെങ്കിൽ അത് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്നുള്ള വിലയിരുത്തലും KPCCയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഏതായാലും പുതിയ അധ്യക്ഷൻ, സ്ഥിരമായിട്ടുള്ള ഒരു പുതിയ അധ്യക്ഷൻ വരിക KPCC പുനഃസംഘടനയ്ക്ക് ശേഷമായിരിക്കും. അതുവരെ ഒരു താൽക്കാലിക അധ്യക്ഷനായിരിക്കും ചുമതല നൽകുക. ഏതായാലും ആ അധ്യക്ഷൻ ആരാണെന്നുള്ള കാര്യത്തിലാണ് ഇനി ചർച്ചകൾ നടക്കുന്നത്. വിൻസെന്റ് അടക്കമുള്ളവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ശരി ആന്റണി, കോൺഗ്രസിനെതിരായ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പാലോട് രവി രാജിവെച്ച ഒഴിവിൽ തിരുവനന്തപുരം DCC അധ്യക്ഷനായി കോൺഗ്രസിൽ ആലോചന തുടങ്ങിയിരിക്കുകയാണ്. DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാക്കന്മാർക്കാർക്കെങ്കിലും നൽകുന്നതായാണ് ആലോചിക്കുന്നത്. വിൻസെന്റ് MLA പേരിനാണ് പരിഗണനയുള്ളത്.